ഇപ്പോൾ സമയം പറയുന്നത് രാവിലെ 7 മണിയാണ്. കണ്ടില്ലേ? ഈ നേരത്തെ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് പറയുന്നത് ചുണ്ണാമ്പ് ഉണ്ടാക്കണ കാണാനാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്തിലാണ്. ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ചുണ്ണാമ്പ് തറ എന്നാണ് പേര്. എന്താ പറഞ്ഞാൽ പണ്ട് ഇവിടെ കുറേ കുടുംബങ്ങൾ 15ഓളം കുടുംബങ്ങൾ ഇവിടെ ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന തൊഴിലുണ്ടായെന്നാണ്. ഇപ്പോൾ ആ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന തൊഴിൽ മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 കുടുംബമേ ഈ ചുണ്ണാമ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് കല്ലോ മെറ്റലോ ഒന്നുമല്ല, ഇതാണ് കക്ക. ഇത് കണ്ടില്ലേ, ഇതാണ് കക്ക. ഈ കക്കയെന്നാണ് ചുണ്ണാമ്പ് ഉണ്ടാക്കുക. നമ്മൾ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്നത് ഈ കക്കയെന്നാണ്. ഈ ചുണ്ണാമ്പ് പറയുന്നത് പല കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കും. ഒന്ന് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കും. കൃഷിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മണ്ണ് ന്യൂട്രലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കും. പിന്നെ ഈ തെങ്ങിലൊക്കെ നിങ്ങൾ വെള്ള കളർ പെയിൻറ്റും ഈ മാങ്ങയിലൊക്കെ വെള്ള പെയിൻറ്റ് അടിച്ചിരിക്കില്ല, അതൊക്കെ ഈ ചുണ്ണാമ്പാണ്. ഈ കക്ക പറയുന്ന സാധനം പാലക്കാട് വരുന്നത് പൊന്നാനി എന്നാണ്. ഈ കക്ക വാരിയെടുക്കുന്നത് കായലും പുഴയും അങ്ങനത്തെ ഏരിയയിൽ നിന്നൊക്കെയാണ് ഈ കക്ക വാരിയെടുക്കുന്നത്. ഈ കക്ക വാരിയെടുത്തിട്ട് നേരെ ഇവിടെ പാലക്കാട് പ്രോസസ്സിങ് യൂണിറ്റിൽ വരും. ഇവിടുന്ന് പിന്നെ നമ്മൾ ചുണ്ണാമ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇതാണ് ഒരു ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ഇതാണ് ഒരു ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി. ഇവിടെയാണ് ചുണ്ണാമ്പ് ഉണ്ടാക്കുക. ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കേണ്ട ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത് കക്ക ഞാൻ അപ്പോഴേ കാണിച്ചു തന്നില്ലേ, ആ കക്കയും കൽക്കരിയും കൂടെ ഫസ്റ്റ് മിക്സിയിലാണ് ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത്. ഈ മുത്തശ്ശി ഇപ്പോൾ ചെയ്യണ പറയുന്നത് കക്ക വാരുകയാണ്. ഈ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന കക്ക നേരെ ഫ്രണ്ടിലേക്ക് തള്ളും. ഈ തള്ളിയ കക്കേനെ വാരിയിട്ട് നമുക്ക് പ്രോസസ്സിങ് യൂണിറ്റിൽ കൊണ്ടുപോകണം. അവിടെ പോയിട്ട് നമ്മൾ കൽക്കരിയും കക്കയും മിക്സ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റില്ല കൽക്കരിയും ഈ കക്കയും. ഈ കക്കയും കൽക്കരിയും ഫസ്റ്റ് മിക്സ് ചെയ്യാൻ പോവാണ്. ഈ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ചൂളയിലിടാം. ഇപ്പോൾ എൻ്റെ കാണുന്ന ബാക്കിൽ ചൂളയിലിടാം. അപ്പോൾ ഇപ്പോൾ മുത്തശ്ശി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്കിൽ ഈ കൽക്കരിയും കക്കയും മിക്സിയിലാണ് ഇപ്പോൾ മുത്തശ്ശി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാണാൻ പോകുന്നത് ചൂളയാണ്. ഈ കൽക്കരിയും കക്കയും കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് ചൂളയിൽ കൊണ്ടുപോയിടലാണ്. ഈ മിക്സാക്കിയ കൽക്കരിയും കക്കയും ചൂളയിൽ കൊണ്ടുപോയിട്ടാണ്. ഈ ചൂളയിൽ കൊണ്ടുപോയിട്ടിട്ട് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഈ കാണുന്ന സാധനമാണ് ചൂള. ഈ ചൂളയിലിട്ടിട്ടാണ് നമ്മൾ കക്കനെ വേവിക്കാൻ പോകുന്നത്. വേവിക്കുക പറഞ്ഞാൽ ചൂടാക്കാൻ പോകുന്നത്. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കക്ക ഉണ്ടാവുള്ളൂ. ഈ ചൂള കാണാൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിൽ നിന്ന് കയറിപ്പോയി ഇവിടെ കൂടെ പോയി നേരെ ഈ ചൂളയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇപ്പോൾ മിക്സാക്കിയ കക്ക നിറയ്ക്കുകയാണ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നിറച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇനി അതിനെ നമ്മൾ അടുത്തത് നിറയ്ക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ 2 ചൂളകളുണ്ട്. ഇതൊരു ചൂള. ഈ നിറയ്ക്കാത്ത ചൂള ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ അടിയിലൊരു ഭാഗത്തിൽ കണ്ടില്ലേ, ഈ നിറയ്ക്കാത്ത ചൂള ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ കക്ക കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് ചെയ്യുക. നിറച്ച ചൂള ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് ഫുള്ളായി നിറയ്ക്കും. ഇപ്പോൾ
ഈ ചുണ്ണാമ്പ് മൊത്തം ചൂളയിൽ നിറച്ചു. ഈ ചൂളയിൽ നിറച്ച ശേഷം ഈ അടി കത്തിക്കും. ചൂളയുടെ ഈ അടി കത്തിച്ചിട്ട് ഈ കൽക്കരിയൊക്കെ നമ്മൾ ഇട്ടില്ലേ, ഈ കൽക്കരിയൊക്കെ മെല്ലെ കത്തി കത്തി ഈ കക്ക മൊത്തം എന്താ പറയുക ചുണ്ണാമ്പായി മാറും. ഈ ചുണ്ണാമ്പ് പിന്നെ നമ്മൾ നാളെയാണ് എടുക്കുക. ഇത് തന്നെ ഒരു ദിവസത്തെ പണിയല്ല. ഇപ്പോൾ കത്തിച്ചു, ഇപ്പോൾ ഒരു 5-6 മണിക്ക് ഇവർ കത്തിച്ചു വിചാരിച്ചു, പിറ്റേ ദിവസം രാവിലെ ഒരു എന്താ പറയുക 10 മണി വരെ ഈ ചൂള കത്തിക്കൊണ്ടേയിരിക്കും. ഈ കത്തുമ്പോൾ ഈ മുത്തശ്ശിയിൽ ഇവിടെ ഉണ്ട് ഒരു മുത്തശ്ശിയാണ് ഓണർ. ഈ മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് നോക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ല പറഞ്ഞാൽ ഫുൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഭയങ്കര പാടുള്ള ഒരു പണിയാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോണത് മുത്തശ്ശി ചൂള കത്തിക്കുന്നതാണ് കാണാൻ പോണത്. മുത്തശ്ശിയാണ് ഓണർ. കണ്ട ഈ ചൂള കത്തിച്ചു. ഈ ചൂള കത്തിച്ച് ഇനി നാളെ രാവിലെ ആവും അല്ലേ മുത്തശ്ശി? എത്ര മണിയാവും ഏകദേശം? 6 മണിക്ക് കോരാം. ഓ, നാളെ രാവിലെ 6 മണിക്ക് മുത്തശ്ശി കോരാൻ തുടങ്ങും. ഇതൊരു ചെറിയ പണിയല്ല, കണ്ടിന്യൂസ് ആയി മുത്തശ്ശിക്ക് വന്നുകൊണ്ടേയിരിക്കും. കണ്ട ചൂള കത്തിച്ചു. ഫാൻ കാണില്ലേ, ഈ ഫാൻ എന്തിനാ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ കൽക്കരി പെട്ടെന്ന് കത്തിക്കാണ്. പണ്ടൊക്കെ നമ്മുടെ അടുപ്പ് എന്താ പറയുക കെടുമ്പോൾ നമ്മൾ ഊതില്, അതുപോലെ ഈ കാറ്റ് പോകണത്ര ഈ സാധനത്തിന് എന്താ പറയുക ഒരു ഈ കൽക്കരിക്ക് കത്താനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കത്തി കിട്ടും. ഇപ്പോൾ ഇത് ഒരു മോഡേൺ ടെക്നോളജി പറയുക. പണ്ടൊക്കെയാണ് പറഞ്ഞാൽ തനിയെ സാധാരണ പോലെയാണ് കത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ ടെക്നോളജി വന്ന കാരണമാണ് ഇപ്പോൾ ഈ ഫാനൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു ചൂള കത്തുകയാണ്. ഈ അടിയിൽ നിന്ന് ആ ഫാൻ ഓടിയ കാരണം ഫുള്ള് ചൂള കത്തുകയാണ്. നിറച്ച് വെച്ചു, നമ്മുടെ ഈ കക്ക വെച്ച് നിറച്ച് വെച്ചു. ഈ കക്കയൊക്കെ നാളെ ഫുള്ളൊരു വെള്ള കളറ് ചുണ്ണാമ്പായി മാറും. ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇത് താഴ്ന്നു പോകുമ്പോൾ അതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ നിറച്ച് വെച്ചിരിക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ ആ കാണുന്ന കക്കയില്ലേ, ആ കക്ക ഇതുപോലെ ചുണ്ണാമ്പായിട്ട് മാറും. ഇതിനെയാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചുണ്ണാമ്പ്. ഇതൊരു ഫോമായിട്ടും പിന്നെ ഈ പൊടിഞ്ഞ കക്കി അവർ വെക്കുന്നുണ്ട്. കണ്ട, ഇതാണ് പൊടിയായ ചുണ്ണാമ്പ്. കണ്ടില്ലേ, ഇവിടെ പൊടിയായ ചുണ്ണാമ്പും കൊടുക്കുന്നുണ്ട്. ഇതാണ് പൊടിയായ ചുണ്ണാമ്പ്. പിന്നെ അപ്പോഴേ കണ്ടത് കക്ക. ആ കക്കയെ നമ്മൾ വെള്ളം ഒഴിച്ച് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയാവും. മുത്തശ്ശിയുടെ പേരാണ് രത്നം. ഈ മുത്തശ്ശിയാണ് ഈ ചുണ്ണാമ്പ് ചൂളയുടെ ഓണർ. മുത്തശ്ശി ഈ പരിപാടി തുടങ്ങിയിട്ട്, ഈ ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് 75 വർഷമായി എന്നാണ് പറയുന്നത്. മുത്തശ്ശിയുടെ അമ്മായിമ്മ കൊടുത്ത ഇതാണ് എന്താ പറയുക, അമ്മായിമ്മയുടെ കൈമാറിയ സാധനമാണ്. ഇപ്പം മുത്തശ്ശി ഒറ്റയ്ക്കാണ് ഈ ചൂള നടത്തി പോകുന്നത്. ഈ ചൂള നടത്തുന്ന പറയുന്നത് വലിയ എന്താ പറയുക നമ്മളെ വലിയ കഷ്ടമുള്ള പാടാണ്. എന്താ പറയുക, ഇപ്പോൾ ചൂള കത്തിച്ചു, ഇപ്പോൾ ഒരു 5 മണിക്ക് കത്തിച്ചു പറഞ്ഞാൽ നമുക്ക് രാത്രി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആ ചൂള കറുത്തേ കത്തുണ്ടോ, ആ ചുണ്ണാമ്പ് ആവുണ്ടോ, കക്ക ആവുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പിന്നെ അതും പോരാണ്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, അതിങ്ങനെ അമുങ്ങുമ്പോൾ അടുത്ത കൊട്ട ഇടണം. അടുത്ത കൊട്ട ഇട്ടാലേ നമുക്ക് കറക്റ്റേ ആ വേവ് കിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര കഷ്ടമുള്ള പണിയാണ്. മുത്തശ്ശി സമ്മതിക്കണമാണ്. മുത്തശ്ശിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? മുത്തശ്ശി 86 വയസ്സായി. എന്നിട്ട് മുത്തശ്ശി ഒറ്റയ്ക്കാണ് ഈ ചുണ്ണാമ്പ് ചൂള നടത്തി പോണത്.